പിളർപ്പിനെ തുടർന്ന് പ്രത്യേക ബ്ലോക്കായിരിക്കാൻ അനുമതി ആവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്ത് പുറത്ത് 19 എംപിമാർ ഒപ്പിട്ട കത്താണ് പുറത്തുവന്നത്. അതിനിടെ വ്യാജ ഒപ്പ് കേസിൽ വീണ്ടും ഹാജരാകണമെന്നാവശ്യപ്പെട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിക്ക് CID സമൻസ് നൽകി. നിലവിൽ 28 എംപിമാരാണ് ലോക്സഭയിൽ തൃണമൂൽ കോൺഗ്രസിനുള്ളത്. പ്രത്യേക ബ്ലോക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് 19 വിമത എംപിമാർ ലോക്സഭാ സ്പീക്കർക്ക് നൽകിയ കത്താണ് പുറത്തുവന്നത്. യൂസുഫ് പഠാൻ, സയോനി ഘോഷ്, കാക്കോലി ഘോഷ് ദസ്തിദാർ തുടങ്ങിയവർ കത്തിൽ ഒപ്പിട്ടിട്ടുണ്ട്. NDAയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രത്യേക വിഭാഗമായി പ്രവർത്തിക്കാനാണ് വിമതരുടെ പദ്ധതി. അതിനിടെ വ്യാജ ഒപ്പുകേസിൽ വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ബംഗാൾ CID അഭിഷേക് ബാനർജിക്ക് സമൻസ് നൽകി. ഞായറാഴ്ച ഹാജരാകണമെന്നാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം 5 മണിക്കൂർ ചോദ്യം ചെയ്തിരുന്നുവെങ്കിലും അഭിഷേകിന്റെ ഉത്തരങ്ങളിൽ വ്യക്തതയില്ലെന്നും പല ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം അഭിഷേക് നൽകിയില്ല എന്നുമാണ് CID വാദം. അതേസമയം അഭിഷേക് ബാനർജിക്കെതിരെ രംഗത്ത് വന്ന കല്യാൺ ബാനർജിയെ അനുനയിപ്പിക്കാൻ മമതാ ബാനർജി നീക്കങ്ങൾ തുടങ്ങി. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.